വീണ വിജയൻ അഥവാ വീണ തൈക്കണ്ടി എക്സാലോജിക് എന്ന പഴയ ഒരു കമ്പനിയുടെ ഇപ്പില്ല കമ്പനി, അതിന്റെ MD ആയിരുന്ന അവർക്ക് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ED മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞാൽ ആരും അത് അനുമതി കൊടുക്കും. എത്താൻ പറ്റില്ല, ഞാൻ വക്കീലിനെ അയക്കാൻ, ലേഖ കൊടുക്കാം, അതൊന്നും വേണ്ട, നിങ്ങൾ അടുത്ത ബുധനാഴ്ച നേരിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും സമയം കൊടുത്തിട്ടില്ല. ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾക്ക് ഒരാഴ്ചക്ക് മാറുന്ന വിചാരിക്കാം നമുക്ക്. അപ്പൊ ബുധനാഴ്ച പോകേണ്ടി വരും. ഇനി ഏതെങ്കിലും കാരണവശാൽ ബുധനാഴ്ച ചെല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയും കൂടി നീട്ടി കൊടുക്കും. അത് അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരെ കിട്ടും. പോയാൽ മാക്സിമം പോയാൽ 2 ആഴ്ച. അതിൽ കൂടുതൽ വീണ വിജയന് രക്ഷപ്പെടാൻ കഴിയില്ല. അതും പോയില്ലെങ്കിൽ പിന്നെ വാറണ്ടാ വരിക. അത് വേറെ രീതിയിലാണ് വരിക. അത് അറസ്റ്റും വാറണ്ടും ഒക്കെ ആയിരിക്കും. അതിനവർ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനൊരു കാരണം, ഇനിയിപ്പോൾ അവരെ അറസ്റ്റ് ചെയ്താലും പാർട്ടിക്കാര് മിണ്ടില്ല എന്ന് പറഞ്ഞാൽ മിണ്ടില്ല, കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുള്ളൂ. കൈ നന്നായി പൊള്ളി കഴിഞ്ഞവണ, ഇപ്പൊ തന്നെ പൊള്ളി. അതുകൊണ്ട് എല്ലാവരും ലെവല് മാറ്റിയല്ലോ. പിണറായി വിജയനെ റെയ്ഡ് ചെയ്യാൻ പോകണു എന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്നാണ്. സാമാന്യം തലയ്ക്ക് വെളിവുള്ളവർക്ക് അറിയാം, പിണറായി വിജയൻ ആ കേസിൽ പ്രതിയേ അല്ല. ഈ കേസിൽ എക്സാലോജിക്കിന്റെ കേസിൽ പിണറായി വിജയൻ എവിടെയാ പ്രതി? ഇല്ലല്ലോ. അപ്പൊ പിന്നെ വീണ വിജയനെ അല്ലാതെ ആരെയാണ് പിടിക്കാൻ പോണത്? വീണ വിജയൻ താമസിക്കുന്ന വീടുകൾ, അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ വരെ റെയ്ഡ് നടത്തി കോഴിക്കോട്. അപ്പൊ തീർച്ചയായിട്ടും അത് സഖാക്കൾ ഒന്ന് വയറ്റി നോക്കിയതാ. അത് ഞാൻ പറയാൻ കാരണം, ഈ ഇതുവരെ റെയ്ഡ് വരെ സഖാക്കൾ മുഴുവൻ ചാനലിൽ വന്നിരുന്ന് വീണ വിജയനെ ന്യായീകരിച്ചവരല്ലേ. എല്ലാ സഖാക്കളും വന്ന് ന്യായീകരിച്ചില്ലേ? കമ്പനി ടു കമ്പനി ഡീലാണ്, അതിലെന്താ വേറെ കാര്യം, അതിലെന്താ അഴിമതി? സഖാവ് തോമസ് ഐസക്ക് നികുതി കൊടുത്തില്ലേ, പിന്നെ അതിലെന്താ പ്രശ്നം? ഇമാതിരി ന്യായീകരണങ്ങൾ AK ബാലൻ എല്ലാവരും ചാനലിൽ വന്നിരുന്ന് നിരന്തരം. വീണ വിജയൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. വീണ വിജയനെതിരെ വരുന്നത് സഖാവ് പിണറായി വിജയന് അതുവഴി പാർട്ടിയെ നാണം കെടുത്താനുള്ള പരിപാടിയാണ് എന്നായിരുന്നല്ലോ കുറെ കാലമായി പാർട്ടിക്കാർ പറഞ്ഞിരുന്നത്. ആ നിലപാട് ഇപ്പൊ മാറ്റി. ഇപ്പൊ ആ നിലപാട് മാറ്റി ശൈലജ ടീച്ചറും കൃഷ്ണദാസും ഒരു പരിധിവരെ ഗോവിന്ദനടക്കം അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോവും എന്ന സ്ഥിരം പല്ലവി പറഞ്ഞു തുടങ്ങി. എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വീണ വിജയന്റെ കേസിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പൊ ഇനി അറസ്റ്റ് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല. അതുകൊണ്ട് 2ാമത്തെയോ 3ാമത്തെയോ തവണ വരെ നീട്ടൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. ഇവരവിടെ പോയി ചോദ്യം ചെയ്യുമ്പോൾ EDയുടെ ചോദ്യം ചെയ്യൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ചോദ്യം ചെയ്യണ മാതിരിയല്ല. അവരാളെ അങ്ങ് വശക്കേടാക്കും. എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കൊണ്ടുപോയി 3 മണിക്കൂർ അവിടെ വെറുതെ ഇരുത്തും. ഒറ്റയ്ക്കാണേ, ഇവിടെ ആരുമില്ല, വക്കീലൊന്നുമില്ല, അവിടെ കൊണ്ടിരുത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ടേബിളിൽ ചെല്ലും. ആ ടേബിളിൽ 5, 6, 7 പേരുണ്ടാവും ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ. അവരുടെ കയ്യിൽ ഇത്തവണ പഴയ പോലെയല്ല, എല്ലാ രേഖയും അവരുടെ കയ്യിലുണ്ട്. ആദ്യത്തെ ആദായ നികുതിയുടെ ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡർ മുതൽ, അതാണല്ലോ തുടക്കം, എല്ലാ കണക്കുകളും, CMRLന്റെ കണക്ക് മുഴുവനുണ്ട്, വീണയുടെ കമ്പനിയുടെ കണക്കുകളുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതും കൂടാതെ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കുകയാണെങ്കിൽ വീണയുടെ ലോക്കർ എവിടെയുണ്ടോ അത് പരിശോധിക്കുന്ന പ്രശ്നമുണ്ട്. ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ സത്യം പറയാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ ചോദിക്കും, സൗമ്യമായിട്ടാ, വരട്ടൊന്നുമില്ല, അപ്പോ ഉത്തരം പറയും. അടുത്ത ആൾ അപ്പുറത്ത് നിന്ന് അതിന്റെ ബാക്കിൽ കൂടെയുള്ള ഒരു ചോദ്യം ചോദിക്കും. അതിനുള്ള ഉത്തരം ഇതിന്റെ വിരുദ്ധമാണെങ്കിൽ പ്രശ്നമാവും. അങ്ങനെയല്ലല്ലോ മേഡം ആദ്യം പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോ മുഴുവൻ സത്യങ്ങളോട് പറയേണ്ടി വരും. 2ാമത്തെ കാര്യം, ഇത് പോലീസ് ചോദ്യം ചെയ്യലല്ല, ഇത് ക്വാസി ജുഡീഷ്യൽ ചോദ്യം ചെയ്യലാണ്. എന്ന് പറഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ നിങ്ങൾ കൊടുക്കുന്ന മൊഴിയാണ്. സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് എന്ത് മൊഴിയും കൊടുക്കാം. ഞാനാണ് രാജീവ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്, എന്ന് ബോംബ് വെച്ചതെന്ന് എനിക്ക് വേണമെങ്കിൽ എന്നെ സമ്മതിപ്പിക്കാം. അവർക്ക് എന്താ കാര്യം? നല്ല ഇടി കിട്ടി കഴിഞ്ഞാൽ എന്ത് സമ്മതിക്കും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ സമ്മതിച്ചാൽ കോടതിയിൽ അത് രേഖയാണ്. മറ്റ് ക്രിമിനൽ കേസിൽ അതില്ല. അതുകൊണ്ട് ഏതൊക്കെ നിയമം ഇവർക്ക് നേരെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും ഗൗരവതരമായ നിയമങ്ങൾ അനുസരിച്ചാണ് ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാൻ പോണത്. ഇവർ സാക്ഷിയായിട്ടെല്ലാം പോണത് സംശയിക്കപ്പെടുന്ന പ്രതിയാണ്. ഇത് വന്നാൽ ECR FIR ആവും.
ഇനി ഇതുമായി ലിങ്ക് ചെയ്ത് CBIക്ക് എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടോ, അതും ഇത് സംബന്ധിച്ച് വരും. CBIക്ക് വേണ്ടി കേസ് കൈമാറാം, നിങ്ങൾ അന്വേഷിച്ചു എന്ന് പറയാം. അപ്പോ പിന്നെന്ത് ചെയ്യും? പിന്നൊന്നും ചെയ്യാനില്ല. ഈ കേസിൽ വീണ വിജയൻ ജയിലിൽ കിടന്നാൽ എന്തൊക്കെ വർത്തമാനം പറഞ്ഞാലും CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരന്തമാവും. വേണമെങ്കിൽ കുറച്ചൊക്കെ പറയാം, അത് സാരമില്ല, അതിപ്പോ പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണെന്നൊക്കെയുള്ള വർത്തമാനം പറയാം. കേന്ദ്ര സർക്കാർ വലിയ തോതിൽ പ്രതിപക്ഷ നേതാക്കളെ പീഡിപ്പിക്കുന്നു എന്ന് പറയാം. പക്ഷെ വീണ പ്രതിപക്ഷ നേതാവാണോ? അല്ലല്ലോ. ഒരു പിണറായി വിജയന്റെ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ തെറ്റല്ല അതാവും. അതുകൊണ്ട് ഇപ്പൊ പിണറായി വിജയനെയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ പാർട്ടിക്ക് പറയാം, അതിനൊരു കാരണമുണ്ട്. പക്ഷെ അതല്ല, മകളെയാണ്, പാർട്ടി പറയില്ല. അങ്ങനെ വരുമ്പോൾ വീണ വിജയന്റെ ഭാവി അത്ര ശോഭനമാണ് എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, അവരുടെ ഭർത്താവ് കേരളത്തിലൊരു മുൻ മന്ത്രിയാണ്, ഇപ്പൊ MLA ആണ്. അദ്ദേഹത്തിന് മണി ഒഴിയാം. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള എന്തോ കേസുകളാണ്, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരിയാ, നിയമപ്രകാരം കറക്റ്റുവാ. പക്ഷെ ഇനി ഇതിൽ അന്വേഷണത്തിന് വേറൊരു ദിശയും കൂടിയിട്ട്, ആ ദിശയാണ് ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ദിശ. ആ ദിശ എന്താ? എന്ത് സേവനമാണ് കൊടുത്തത് എക്സാലോജി? ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്നുള്ളത് കമ്പനി പറഞ്ഞിട്ടുണ്ട്, രേഖ പറഞ്ഞിട്ടുണ്ട്, മൊഴികളുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് ഇപ്പൊ CMRL-ന്റെ ആളുകൾ പോയി കണ്ടിട്ടുണ്ടാവും. ആരൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കർത്താവോ കർമ്മോ കറിയോ ഒക്കെ പോയിട്ടുണ്ടാവും. അവർ പോയി വന്നു കഴിഞ്ഞാൽ അവർ കൊടുത്ത മൊഴിയും കൂടി വെച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയേണ്ടി വരും. ഇന്നലെ ഒരാൾ ട്രോൾ ചെയ്ത മാതിരി വിൻഡോസ് ചുമന്നു കൊണ്ടുപോയി വെച്ചത്, അവരൊക്കെ അവിടെ MS വിൻഡോസ് ചുമന്നു കൊണ്ടുപോയി വെച്ചത് വീണയാണ് എന്നൊക്കെ ട്രോൾ ഇട്ടു. എന്ന് പറഞ്ഞാൽ MS ഓഫീസ് മാത്രമേ ഇവിടെ ഉള്ളൂ, പിന്നെ എന്ത് സോഫ്റ്റ്വെയർ കൊടുത്തുന്ന അപ്പില്ല. അപ്പം ചോദ്യം അടുത്തതാണ്, എന്താണ് ഇതുകൊണ്ട് CMRL കമ്പനിക്കുണ്ടായ നേട്ടം? അതിന്റെ അന്വേഷണം കുറച്ച് മേപ്പോട്ട് പോയാൽ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം വരും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം വെച്ച് മുഖ്യമന്ത്രിയുടെ സമ്പൂർണ്ണ അധികാരം, വേറെ ഒരു മന്ത്രിയില്ല, അധികാരം വെച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം വെച്ച് തോട്ടപ്പള്ളിയിലെ മണൽ മാറ്റുക, ഖനനം എന്ന് പറഞ്ഞിട്ടില്ല, ഖനനം നടത്താൻ പാടില്ല അവിടെ. കാരണം ഖനന പെർമിറ്റ് ഇല്ല, CR സെറ്റ് ഇല്ല, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഖനനം നടത്തണമെങ്കിൽ ഇതൊക്കെ വേണം, ഒരു പെർമിറ്റും ഇല്ല. പിന്നെ ആറ്റോമിക് എനർജി അവരുടെ മെറ്റീരിയൽ ഉണ്ടതിൽ, അതുമില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാതെ കുറെ മണൽ മാറ്റിയിടുക, കർത്താവിന്റെ ആളുകൾ അത് വന്നെടുത്തുകൊണ്ട് പോവുക. ഈ കലാപരിപാടിക്ക് അനുമതി കൊടുത്തതെന്ന് അതെങ്ങനെയാണ് വീണ വിജയന്, ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കും വീണ വിജയനും പൈസ കൊടുത്ത കാലം ഏതാണ്? കർത്താവിന്റെ ഭാര്യ ഉടമസ്ഥതയുണ്ടായിരുന്ന ഒരു കമ്പനി ഇവർക്ക് 65-70 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു, ലോൺ. പിന്നെ ആ കമ്പനി ഇല്ലാതായി. ആ ലോണിന് എന്ത് സംഭവിച്ചു? അത് ലോണാണോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വരാം, ലോക്കർ വിഷയങ്ങൾ വരാം. അങ്ങനെ വന്നാൽ രക്ഷപ്പെടുക വളരെ വിഷമമാണ്. അതിന് ED തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ 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 വിരളം.